ഈ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇന്നലെ ചേർന്നിരുന്നു. അതേസമയം CPM സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. CPM സംസ്ഥാന കമ്മിറ്റി യോഗത്തിൻ്റെ ചർച്ചയെപ്പറ്റി മാധ്യമങ്ങളോട് MP ഗോവിന്ദൻ സംസാരിച്ചപ്പോൾ ആദ്യം ശബരിമല ഇതിലൊരു വിഷയമേ അല്ലായിരുന്നു, ഏശിയില്ല, ഭരണവിരുദ്ധ വികാരമൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ പിണറായി വിജയനെ സംരക്ഷിക്കുന്ന, പിണറായി വിജയന് കവചം തീർക്കുന്ന ഒരു പത്രസമ്മേളനമായിരുന്നു ഗോവിന്ദൻ്റെത്. പത്രസമ്മേളനത്തിൻ്റെ അവസാന ഭാഗത്താണ് ശബരിമല ചിലപ്പോൾ ഇതിന് പ്രതിഫലിച്ചിട്ടുണ്ടാകാം എന്നൊക്കെ പറയുന്നത്. പക്ഷേ CPIയുടെ അഭിപ്രായം നേരെ മറിച്ച ശബരിമല തന്നെയായിരുന്നു പ്രധാനപ്പെട്ട വിഷയം. അതുപോലെ തന്നെ CPIയുടെ അഭിപ്രായം പത്മകുമാറിനെതിരെ CPM നടപടി എടുത്തില്ല എന്നുള്ളതും ഒരു വലിയ പ്രശ്നമായിരുന്നു എന്ന് CPI ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പത്മകുമാറിൻ്റെ കാര്യത്തിൽ MP ഗോവിന്ദൻ ആദ്യം പറഞ്ഞ അഭിപ്രായം തന്നെ ആവർത്തിക്കുകയാണ് ഇന്നലെയും ചെയ്തത്. കുറ്റപത്രം വരട്ടെ എന്നിട്ട് നോക്കാം. കാരണം പാർട്ടിക്ക് പാർട്ടിയുടെ അന്വേഷണം ഇല്ലേ, കോടതി, അങ്ങനെയൊക്കെയാണല്ലോ പാർട്ടിയുടെ രീതികൾ. അപ്പോൾ CPM പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CPI പറയുന്നത് CPM BJP അന്തർധാര നിലനിൽക്കുന്നുണ്ട് എന്നൊരു വിശ്വാസം ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് PM ശ്രീയിൽ ഈ തിടുക്കം കാണിച്ചത്, CPI അറിയാതെ അങ്ങനെ ഒപ്പിട്ടത്. ആ അന്തർധാരയ്ക്ക് മുഖ്യമന്ത്രിയുടെ ആശീർവാദം ഉണ്ട് എന്ന് പറഞ്ഞാൽ BJPയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് മുഖ്യമന്ത്രി എന്നാണ് CPIയുടെ അഭിപ്രായം. പിന്നെ വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിനെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ, മലപ്പുറത്തിനെതിരെയൊക്കെ ചില പ്രതികരണങ്ങൾ നടത്തിയല്ലോ. അത് മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടു കൂടിയാണ്. പിന്നെ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി കൊണ്ടുപോയത് തന്നെ അവർ തമ്മിലുള്ള ബന്ധത്തിന് തെളിവാണ്. പിണറായി വിജയൻ്റെ മെഗഫോണായി വെള്ളാപ്പള്ളി നടേശൻ മാറി. അയ്യപ്പ സംഗമത്തിന് ഇരുവരും ഒന്നിച്ച് ഒരു കാറിലാണ് എത്തിയത്. അപ്പോൾ വർഗീയ വിഭജനത്തിന് കാരണമാവുന്ന വെള്ളാപ്പള്ളിയുടെ പ്രതികരണങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ പിൻബലത്തോടു കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ പിണറായി വിജയൻ്റെ വൺമാൻ ഷോയാണ് നടക്കുന്നത്. CPI ഒന്നും ആരും വിശ്വാസത്തിൽ എടുക്കുന്നില്ല, മന്ത്രിസഭയിലും ഒന്നും അറിയിക്കുന്നില്ല, ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ ഏകാധിപതിയായിട്ടാണ് ഇപ്പോൾ പിണറായി വിജയൻ നിൽക്കുന്നത്. മതിയായ ചർച്ചകൾ LDFിലില്ല, CPMൻ്റെ അകത്തുമില്ല എന്ന് CPI പറയുന്നുണ്ട്. അതാണല്ലോ കഴിഞ്ഞ ദിവസം മറ്റേ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തന്നെ പിണറായി വിജയനെതിരെ വിമർശനം ഉണ്ടായിരുന്നു പറഞ്ഞത്. ഇതൊന്നും അറിഞ്ഞില്ല. കാരണം ഈ ബ്രിട്ടാസ് പാലമാകുന്നതൊന്നും പാർട്ടി അറിഞ്ഞിട്ടില്ല, PM ശ്രീ ഒപ്പിടുന്നതും പാർട്ടിയൊന്നും അറിഞ്ഞില്ല, ചർച്ചകൾ നടക്കുന്നില്ല. അപ്പോൾ ഭരണത്തിൻ്റെ മുൻഗണനകൾ മാറണമെന്ന് CPI ഒരുപാട് തവണ ആവശ്യപ്പെട്ടു. പക്ഷേ അത് പിണറായി വിജയന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇങ്ങനെ പിണറായി വിജയൻ ആണ് ഇപ്പോഴത്തെ പ്രശ്നം, ജയിക്കാനുള്ള പ്രശ്നം. ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ പ്രശ്നമാണ് എന്നാണ് CPIയുടെ ഈ വിമർശനത്തിൻ്റെ കാതൽ. അങ്ങനെയാണെങ്കിൽ ഈ പിണറായി വിജയനെ മാറ്റണം നേതൃസ്ഥാനത്ത് നിന്ന്, അദ്ദേഹം ഇനി മുഖ്യമന്ത്രി സ്ഥാനത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന് CPM സമ്മതിച്ചാൽ തന്നെ CPI വഴങ്ങുമോ? അതൊന്നാമത്തെ ചോദ്യം. ഇനി അങ്ങനെ CPI ആവശ്യപ്പെട്ടാൽ തന്നെ പിണറായി വിജയനെ CPM മാറ്റുമോ? കാരണം MP ഗോവിന്ദൻ പാർട്ടി പിണറായി വിജയൻ്റെ കൂടെയാണല്ലോ. 3, CPIക്ക് നല്ലത് ഇപ്പോൾ ഈ മുന്നണിയിൽ നിന്ന് മാറി മറ്റേ ഇന്ത്യ മുന്നണിയിൽ പോയി ചേരുന്നതായിരിക്കില്ലേ? അങ്ങനെ CPI മുന്നണി മാറാൻ പോകുന്നതിൻ്റെ സൂചനയായി ഈ വിമർശനത്തിന് എടുക്കാം. തീർച്ചയായിട്ടും 3 ചോദ്യം വളരെ പ്രധാനമാണ്. ആദ്യത്തെ ചോദ്യം, പിണറായി വിജയനെ CPM നേതൃത്വത്തിൽ അല്ലെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പിണറായി വിജയൻ തന്നെയാകും എന്ന് ഉയർത്തിക്കാണിച്ച് ഒരു ഇലക്ഷനെ നേരിടാൻ പോകുന്നത് നമ്മുടെ വിന്നബിലിറ്റിയെ ബാധിക്കും, വിജയസാധ്യത ഉണ്ടാവില്ല. അതുകൊണ്ട് ഇടതുപക്ഷ മുന്നണിക്ക് പിണറായിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇലക്ഷനിലേക്ക് പോകുന്നത് അപകടമായിരിക്കും എന്നാണ് CPIയുടെ സൂചനയെങ്കിൽ അത് മാത്രം മതി പിണറായിയെ രക്ഷിക്കാൻ. അതുകൊണ്ട് മാത്രം പിണറായി മതി എന്ന് തീരുമാനിക്കും CPM. കാരണം അത്രയേറെ അറിയാലോ, CPI അന്തർധാര എന്ന് പറഞ്ഞാൽ, അന്തർധാര അല്ലെങ്കിൽ ഈ കടുത്ത ഈ
വിരോധമുണ്ടല്ലോ അത് അത്ര ശക്തമാണ്. അതുകൊണ്ട് CPI പറഞ്ഞിരിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ പിണറായിയെ വേട്ടയാടാൻ CPI കൂടി രംഗത്തിറങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് ഇനി പിണറായി തന്നെ എന്നൊരു നിലപാടിലേക്ക് CPM പോകാനാണ് സാധ്യത. അതുകൊണ്ട് അത് CPIക്ക് അറിയുകയല്ല. ആ ഓപ്ഷൻ അവർ മുന്നോട്ട് വെക്കുമെന്നോ നിർദ്ദേശം വെക്കുമെന്നോ ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. CPI ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2 കാരണങ്ങളാൽ. ഒന്ന്, CPI ഇപ്പോഴും ഈ അധികാരത്തിൻ്റെ സൗകര്യങ്ങൾ മോശമല്ലാതെ അനുഭവിക്കുന്നതിൻ്റെ പിന്നിൽ എല്ലാ കാലത്തും CPIയുടെ സംഘടനാ സംവിധാനത്തെ പോലും പ്രതിസന്ധികളിലൊക്കെ രക്ഷപ്പെടുത്തി നിർത്തിയതിൽ ഈ പിണറായി വിജയൻ പങ്കുവഹിച്ചിട്ടുണ്ട് വലിയ അളവിൽ. ഒന്ന്, നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ CPIയുടെ സംസ്ഥാന സമ്മേളനത്തിൽ എങ്ങനെയാണ് കടുത്ത എതിർപ്പുണ്ടായിട്ടും ബിനോയ് വിശ്വം സെക്രട്ടറി ആയിട്ട് വന്നത്. ആരായിരുന്നു അതിൻ്റെ പിന്നിൽ? മാത്രമല്ല ഈ തൊട്ടു മുമ്പ് കാനം രാജേന്ദ്രൻ സെക്രട്ടറി ആയിരുന്ന ആദ്യത്തെ പിണറായി കാലത്ത് അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ റോളിലാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ എങ്ങനെ പിണറായി വിജയൻ ഒതുക്കി? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയന് പഠിച്ചാണ് ഇപ്പോഴത്തെ CPI ആയി തീർന്നത്. പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇവർ ഈ ഉന്നയിക്കുന്ന ആരോപണം ഉണ്ടല്ലോ, ഇപ്പോൾ പ്രധാനപ്പെട്ട പിണറായി വിജയനെ മാറ്റണം എന്ന് പറയുന്നതിൽ 2 കാര്യങ്ങൾ ഇവർ ഓർക്കണം. മാറ്റണമെന്ന് പറയേണ്ടത് ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് പറയേണ്ട. CPM അറിയുന്നില്ല എന്നുള്ള ആക്ഷേപം അത് ഇവരുടെ ഇറ്റ്സ് നൺ ഓഫ് ദെയർ ബിസിനസ്, അത് അവരറിയേണ്ട കാര്യമില്ല. പക്ഷെ CPI അറിഞ്ഞിരുന്നുവോ? CPI എന്ന മുന്നണി എന്ന നിലയിൽ ചർച്ച ചെയ്തിരുന്നുവോ? അങ്ങനെയാണെങ്കിൽ ഓരോരോ ഘട്ടത്തിൽ ഇത് പറയേണ്ട നേരത്ത് CPI ഉന്നയിച്ചിട്ടുണ്ടോ? ഇതെല്ലാം കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നിലെത്തി 10 കൊല്ലത്തെ ഭരണം പൂർത്തിയാക്കിയിട്ട് തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേന്നാളാണോ ഇത് വിളിച്ച് പറയേണ്ടത്? എന്തെല്ലാം ഇഷ്യൂസ്? ഈ PM ശ്രീ വന്ന ഇഷ്യൂ 2020 പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിലാണ് വരുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം വരുന്നത് 2020. 5 കൊല്ലം ഈ ഗവൺമെന്റ്. അത് കഴിഞ്ഞ് 2ാം പിണറായി വരുന്നത് 21. എന്നിട്ട് ഇത്രയും ഈ 5 കൊല്ലമായിട്ട് മിണ്ടാതിരുന്നിട്ട് ഇപ്പോൾ PM ശ്രീ വിവാദത്തിൽ പിണറായി വിജയൻ അല്ലേ CPIയെ രക്ഷിച്ചത്? സത്യത്തിൽ എത്ര സന്ദർഭങ്ങൾ PM ശ്രീ എന്ന ഇഷ്യൂ ഉന്നയിച്ചു കൊണ്ടുവന്നപ്പോൾ സാക്ഷാൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ തള്ളിപ്പറഞ്ഞിട്ട് ഈ CPI പറഞ്ഞതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പിണറായി വിജയൻ വന്നത്. പിണറായി വിജയൻ അല്ലേ ഇവരുടെ മുഖം രക്ഷിച്ചത്? നടപ്പാക്കിയോ ഇല്ലേ എന്നുള്ളതൊക്കെ അന്തർധാര വേറെ, അതവർ പറഞ്ഞുകൊള്ളട്ടെ. പക്ഷേ അവർ രക്ഷിച്ചു. 2, CPI ഈ ഗവൺമെന്റിനെതിരായിട്ട് കലഹമുണ്ടാക്കി ശ്രദ്ധ നേടാൻ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രമമായിരുന്നല്ലോ ഭാരതാംബ വിവാദം. ഗവർണറുടെ അന്ന് രാജ്ഭവൻ എന്നാണ് പേര് അല്ലേ, പിന്നെ ലോക് ഭവനായി. അപ്പോൾ ഈ രാജ്ഭവനിൽ പരിസ്ഥിതി ദിനത്തിന് ജൂൺ 5 കാലത്രയായി, ജൂൺ 5-നായിരുന്നില്ല പരിസ്ഥിതി ദിനം. അന്ന് അവിടെ ഈ ഭാരതാംബയുടെ പടം വെച്ചിട്ട് പുഷ്പാർച്ചന പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവാദമുണ്ടാക്കിയിട്ട് പിണറായി വിജയൻ അത് ഏറ്റുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഇവരെന്താകുമായിരുന്നു? പിണറായി വിജയൻ ഏറ്റവും ചുരുങ്ങിയത് ആ സമയത്തെങ്കിലും അവരെ പിന്തുണച്ചല്ലോ. ആരത് പറയുന്നതെന്ന് ഓർക്കണം. ആറന്മുള സമരം സാർ ഓർക്കുന്നില്ലേ? ആറന്മുള സമരത്തിന് ഞാൻ കണ്ട കെടാവിളക്ക് കൊളുത്തിയത് ഇവനാ, ഈ P പ്രസാദ്. ഓർമ്മയില്ലേ? കുമ്മനം രാജശേഖരനും P പ്രസാദും ഒക്കെ അതിൻ്റെ കൺവീനർമാരായിരുന്നു. കെടാവിളക്ക് സാംസ്കാരികമായ ഒരു മിത്തല്ലേ, ഒരു സങ്കല്പമല്ലേ, ഒരു പ്രതീകമല്ലേ? അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെ അതാണ്. അപ്പം അതുകൊണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഇന്നത്തെ CPIയെ രക്ഷിച്ചു നിർത്തിയ ഒരാൾ കൂടിയാണ് പിണറായി വിജയൻ. അതുകൊണ്ട് പിണറായി വിജയനെ വ്യക്തിപരമായി മാറ്റണം എന്ന് പറയാൻ ഇവർക്ക് ഒരു അർഹതയില്ല. പിന്നെ ഈ ഗവൺമെന്റ് ചെയ്യുന്നതിന് ഉത്തരവാദിത്തം പറയേണ്ട നേരത്ത് ഇവർ പറഞ്ഞിട്ടുമില്ല. ഇനി അവസാനത്തെ ഒരു ഓപ്ഷൻ കൂടി എടുത്താൽ നമുക്ക് അവസാനിപ്പിക്കാം. അവസാനത്തെ ഓപ്ഷൻ എന്താണ്? ഒറ്റ വഴിയേ ഉള്ളൂ. ഇപ്പോൾ എല്ലാവരും കൂടി എന്താണ് ഗവൺമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം? എന്താ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം? ഈ മിസ് ഗവേണൻസ് ആണ്. എന്ന് വെച്ചാൽ മോശം ഭരണമാണല്ലോ, ഭരണത്തിലെ പെർഫോമൻസ് ആണല്ലോ. ആരാ മെച്ചം? CPMന്റെ മന്ത്രിമാരൊക്കെ പുതുമുറക്കാരായതുകൊണ്ട്, പിണറായി വിജയൻ ഓച്ചാരിച്ച് നിൽക്കുന്നതുകൊണ്ട്, പിണറായി വിജയന്റെ നിഴൽ തന്നെ എല്ലാ വകുപ്പിലും ഭരിക്കുന്നതുകൊണ്ട് അവരുടെ പെർഫോമൻസ് മോശമാണെന്നാണല്ലോ പൊതുവെയുള്ള ആക്ഷേപം. കാര്യക്ഷമതയില്ലാത്ത ഗവൺമെന്റ് മന്ത്രിമാരാണ്. എല്ലാ വകുപ്പുകളും അങ്ങനെയാണ്. ഏറ്റവും മോശം വകുപ്പുകൾ ആരുടെ? CPIയുടെ വകുപ്പുകളല്ലേ. മനുഷ്യന് സാധാരണ അരിയും പലചരക്ക് സാധനങ്ങളും കൊടുക്കേണ്ട വകുപ്പാണ് ഈ സിവിൽ സപ്ലൈസ്. എന്താ സ്ഥിതി? പണ്ട് ചന്ദ്രശേഖരൻ നായർ നന്നായിട്ട് കൊണ്ടുവരണം. ഈ ചന്ദ്രശേഖരൻ നായർ നന്നായി കൊണ്ടുവന്ന വകുപ്പിന്റെ ഇന്നത്തെ സ്ഥിതി എന്താ? എന്താ നമ്മളെ കൃഷി വകുപ്പിന്റെ സ്ഥിതി? കുപ്പായിട്ട് ഈ 50 രൂപയുടെ ചെരുപ്പോ 5000 രൂപയുടെ ഷർട്ടും ഇട്ട് നടന്നിട്ട് മനുഷ്യനെ ഈ മാതിരി കോമാളി കളി കളിച്ചിട്ട് മാനിയ ബാധിക്കല്ലാതെ എന്ത് ഗുണമുണ്ട്? പരിസ്ഥിതിക്ക് എന്ത് ഗുണം ചെയ്തു? ഇദ്ദേഹത്തിന്റെ കാലത്തല്ലേ ഇതൊക്കെ? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആറന്മുള വിമാനത്താവളം
കോടതി എടുത്ത് പരിസ്ഥിതി കിട്ടും. ആറന്മുളയല്ല. എന്റെ ചോദ്യം എന്താണെന്നറിയോ, ഇപ്പോ ഭരണത്തില് CPI ഉണ്ടായിരുന്നു, അതിന്റെ ഗുണങ്ങളൊക്കെ ബെനിഫിഷ്യറിയാണ്. ഇനിയിപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ട് ശബരിമല ഇനിയും നിലനിൽക്കുമല്ലോ, നിയമസഭയിലും നിലനിൽക്കും. കാരണം കോടതിയാണല്ലോ അത് മേൽനോട്ടം. അപ്പൊ അതുകൊണ്ട് ഇനിയും ഭരണത്തിൽ തുടരണമെന്ന് ബിനോയ് വിശ്വത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനി UDF തിരിച്ചു വരും എന്നുള്ളൊരു തോന്നലാണുള്ളത്. അതുകൊണ്ട് CPI മറുകണ്ഠം ചാടുമോ? മറുകണ്ഠം ചാടാനുള്ള സാധ്യതയുണ്ട് സർ. കാരണം അതിന് ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് തോന്നുന്നു മറുകണ്ഠം ചാടേണ്ട വളരെ വിശാലമാവും ചിലപ്പോൾ മുന്നണിന്ന് സതീശൻ പറയുന്നത്. അതെ അതെ ആയിരിക്കും, വളരെ വിശാലാവെന്ന് പറയുന്നുണ്ട്. CPI ആണെങ്കിൽ തിരിച്ചു വരുന്നുള്ളത് കൊണ്ടല്ലല്ലോ സതീശൻ അത് അല്ല 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 വേറെ ചിലത് കണ്ടുകൊണ്ട് തന്നെയാണ്. പലരും അത്ഭുതകരമായ ഞെട്ടിക്കുന്ന പലതും വരാനുണ്ട് എന്നൊക്കെ പറയുന്നത് അതായിരിക്കാം. ഒരു പക്ഷേ ധാരണകൾ ഉണ്ടാവാം. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉറപ്പാണ്, CPI അന്തസ്സോടെ ഭരിച്ച കാലം ഏതാണ് സർ? ഈ C അച്യുതമേനോനാണല്ലോ ഇപ്പൊ ഈ കേരള ചരിത്രത്തിൽ സാമാന്യേന ഭേദപ്പെട്ട മുഖ്യമന്ത്രി എന്നെല്ലാവരും. ഇപ്പൊ വടക്കം പരവൂരിലൊരു ശല്യമായിട്ട് P. രാജു ഒന്നും ഇല്ലല്ലോ. ഇല്ല, തീർച്ചയായിട്ടും. അപ്പോ അങ്ങനെ വരുമ്പോ C അച്യുതമേനോന്റെ ഒരു ലെഗസിയാണ് CPI എന്നും അവകാശപ്പെടാനുള്ളത്. അതിനുശേഷം അത്ര പ്രാധാന്യമുള്ള ആരും ഉണ്ടായിട്ടില്ല, അത്ര സ്വീകാര്യത ആരും ഉണ്ടായിട്ടില്ല. C അച്യുതമേനോൻ കോൺഗ്രസിന്റെ കൂടെ ഭരിച്ചിട്ട് ദീർഘകാലം ഭരിക്കാൻ അവസരവും കിട്ടിയതുകൊണ്ട് ഉണ്ടാക്കിയ സൽപ്പേര് മാത്രമാണ് കേരളത്തിൽ CPIയുടെ സൽപ്പേര്. അത് ആരുടെ കൂടെയാണ്? ആ വഴി ഇപ്പോഴും അവരുടെ മുമ്പിലുണ്ട്. ചന്ദ്രപ്പന്റെ സ്മരണയെ മുൻനിർത്തി കോൺഗ്രസിന്റെ കൂടെ സഖ്യത്തിൽ ഏർപ്പെടേണ്ടതാണ് CPI. തീർച്ചയായിട്ടും അതുകൂടി പറയേണ്ടതാണ്. ചന്ദ്രപ്പൻ വിട്ടുവീഴ്ചയില്ലാതെ CPM-നോട് പൊരുതി CPIയുടെ ഐഡന്റിറ്റി നിലനിർത്തിയ ഒരു പാർട്ടി ലീഡറാണ്. ആ അർത്ഥത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഒരാൾ. എന്നും കോൺഗ്രസിനോട് ചേരണമെന്ന് വാദിച്ചുകൊണ്ടിരുന്ന ഒരാൾ. കൃത്യമായി അത് നിലപാടാണ് സർ, അത് നിലപാടാണ്. കാരണം എന്തിനാ 64 പാർട്ടി ഉണ്ടായത്? കോൺഗ്രസിന്റെ കൂടെ ചേരാൻ തന്നെയാണ്. അത് പറയണ്ടേ അവര്? അത് പറയാൻ അവർ ഇപ്പോഴും ആശയപരമായും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഒറ്റ കാര്യമേ ഉള്ളൂ, അവർക്ക് UDF-ൽ ചേരുകയാണ് ഉത്തമം. ഇപ്പൊ അത് പറയുന്നത് വേറൊന്നുകൊണ്ടുമല്ല, LDF തിരിച്ചു വരാൻ സാധ്യതയില്ല എന്ന് കണ്ടതുകൊണ്ടാണ് UDF-ന്റെ വിശാലതയിൽ ഞങ്ങളെ കൂടി കാര്യമായി പരിഗണിച്ചോളൂ എന്ന് പറയാനാണ്. പക്ഷേ അത് ആർജവത്തോടെ എടുത്ത് UDF-ലേക്ക് പോയി കേരളത്തിൽ ഒരു ബദൽ മുന്നണി ഭരിച്ചു കാണിച്ചു കൊടുക്കാനൊക്കെയുള്ള ആർജവം ലീഡർഷിപ്പിനുണ്ടാവുമോ എന്നത് കണ്ടറിയേണ്ടതാണ്. കാരണം CPM-ന്റെ ഈ തണലിൽ നിന്നുകൊണ്ട് ആട്ടും ചുത്തും ഒക്കെ ചഴിച്ചുകൊണ്ട് അധികാരം വെച്ചാൽ കോൺഗ്രസിന്റെ കൊളക്കടവില് CPI എത്തി നോക്കുന്നുണ്ട്. ഇപ്പൊ തീർച്ചയായും പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.